Hello everyone, welcome to Prakriti Ayurveda. UPSC AMO question paper discussion continue ചെയ്യാണ്. അപ്പോൾ നമുക്ക് 31st question നോക്കാം. For the ചികിത്സ ഓഫ് ശുദ്ധവേഗ ധാരണ, വാട്ട് കൈൻഡ് ഓഫ് ആഹാര ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ആചാര്യ ചരക? അപ്പോൾ 4 ഓപ്ഷൻസിലും സ്നിഗ്ധഗുണം പറയുന്നുണ്ട്. നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ലഘുവായിട്ടുള്ളതും അതേപോലെ ഉഷ്ണഗുണമുള്ള ആഹാരമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, സ്നിഗ്ധ ഉഷ്ണ ലഘു. ഈ പ്രോപ്പർട്ടീസുള്ള ആഹാരമാണ് ശുദ്ധവേഗ ധാരണത്തിന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 32nd ക്വസ്റ്റ്യൻ, ആസ് പെർ ചരക സംഹിത ഹേതോരവധാരണം ഹാസ് ബീൻ മെൻഷൻ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? അപ്പോൾ ചരകം സൂത്രസ്ഥാനം 16th ചാപ്റ്ററിൽ പറയുന്നുണ്ട് സ്വഭാവോപരമവാദ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 33, question number 33, according to ചരക സംഹിത which one of the following രസ is considered as മുഖവൈശദ്യ പ്രഹ്ലാദകര? ചരകം സൂത്രം 26th ചാപ്റ്ററിലാണ് രസങ്ങളെപ്പറ്റി പറയുന്നത്. തിക്തരസമാണ് മുഖവൈശദ്യ ശോഷപ്രഹ്ലാദകാരകം. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി. 34 ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ആചാര്യ സുശ്രുത വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് ആസ് ബീജാം ചികിത്സിതം? അപ്പോൾ റെഫറൻസ് വരുന്നത് സുശ്രുതം സൂത്രം ഫസ്റ്റ് ചാപ്റ്ററാണ്. പുരുഷ വ്യാധി ഔഷധം ക്രിയാകാല, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ചരക സംഹിത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന ഹി സർവാൺ അപത്യാനി തുല്യദോഷാണി, അത് കറക്റ്റാണ്. ന ച സർവാണി ശരീരാണി വ്യാധി ക്ഷമത്വ സമർത്ഥാനി ഭവന്തി, ശരിയാണ്, എല്ലാം ഒരേപോലെ ഇമ്മ്യൂൺ അല്ല. അടുത്തത് അസാത്മ്യ ആഹാര ഉപജിതാനി ശരീരാണി വ്യാധി സമത്വേ സമർത്ഥാനി ഭവന്തി, അസാത്മ്യമായിട്ടുള്ള ആഹാരം കഴിച്ചാൽ എന്തായാലും വ്യാധിക്ഷമത്വം ഉണ്ടായില്ല. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ സി, അത് തെറ്റാണ്. സാത്മ്യ ആഹാരം കഴിച്ചാലാണ് നമുക്ക് വ്യാധിക്ഷമത്വം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 36th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ചരക സംഹിത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് അനുബന്ധ? അതിൻ്റെ റെഫറൻസ് വരുന്നത് ചരകം വിമാനസ്ഥാനം 3rd ചാപ്റ്ററാണ്. പ്രാണൈ സഹ സംയോഗാത്, അതാണ് അനുബന്ധത്തിൻ്റെ ഇൻഡിക്കേറ്റീവായിട്ട് വരുന്നത്. 37th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ആചാര്യ ചരക ദ ലക്ഷണ ഓഫ് ഓൾ ദ മഹാഭൂത ആർ പെർസീവ്ഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? അപ്പോൾ അക്കോർഡിംഗ് ടു ചരകയാണ് ചോദിച്ചിരിക്കുന്നത്. ചരകം ശാരീരസ്ഥാനം ഫസ്റ്റ് ചാപ്റ്ററിൽ 30th ശ്ലോകയിൽ പറയുന്നുണ്ട് സ്പർശനേന്ദ്രിയത്തിനാണ് എല്ലാ മഹാഭൂതങ്ങളെയും പെർസീവ് ചെയ്യാൻ പറ്റുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സ്പർശനേന്ദ്രിയം. 38th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ആചാര്യ ചരക പ്രത്യയ ഈസ് ദ സിനോണിം ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? അപ്പോൾ പ്രത്യയ എന്ന് പറയുന്നത് നിദാനത്തിൻ്റെ ഒരു സിനോണിമായിട്ടാണ് പറയുന്നത്. നിദാനത്തിന് ഒരുപാട് സിനോണിംസ് ഉണ്ട്, അതിലൊരെണ്ണമാണ് പ്രത്യയം. അപ്പോൾ ഓപ്ഷൻ ഡി. 39th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ആചാര്യ ചരക മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് 1 ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഓർഗനാണ് പറയുന്നത്. ലിസ്റ്റ് 2 അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ സ്പർശനേന്ദ്രിയം ഛേദസമവായി ആണ്. അതേപോലെ യുക്തികൃത ബലം, അതിൻ്റെ ആൻസർ വരുന്നത് ആഹാരചേഷ്ട യോഗജം. ശാഖ രക്താദയോ ധാതവ ത്വക്ച, അതാണ് ശാഖാശ്രിതമായിട്ടുള്ള രോഗങ്ങൾ പറയുന്നത്. ഇനി യുക്തിപ്രമാണം വരുമ്പോൾ ബഹുകാരണ യോഗജൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബഹുകാരണ യുക്തി ശ്രീകാല സാജ്ഞ, അതേപോലെ ബഹുകാരണ യോഗജൻ യുക്തി പ്രമാണത്തിലാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. A3, B4, C2 ആൻഡ് D1. നെക്സ്റ്റ് 40th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ആചാര്യ ചരക ദ അർത്ഥദ്വയ ഒബ്റ്റെയിൻഡ് ബൈ സദ്വൃത്ത ഈസ്? അത് ആരോഗ്യം ഇന്ദ്രിയ വിജയം, ആരോഗ്യം സത്വാവജയം, ആരോഗ്യം വികാരാനുതം, ആരോഗ്യം ഇന്ദ്രിയ തുഷ്ടി. ചരകം സൂത്രം 8th ചാപ്റ്റർ 17th ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആരോഗ്യം ഇന്ദ്രിയ വിജയം എന്ന്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അക്കോർഡിംഗ് ടു ആചാര്യ ചരക ഉദമന്ഥ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഋതു? അപ്പോൾ ഉദമന്തം കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് വർഷ ഋതുവിലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ചരക സംഹിത ദ വേർഡ്സ് തേഷാം കർമ്മസു ബാഹ്യേഷു യോഗാമാഭ്യന്തരേഷു ച ഈസ് റിലേറ്റഡ് ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? പഞ്ചാശത് കഷായത്തെ പറ്റിയാണത് പറയുന്നത്. റെഫറൻസ് വരുന്നത് ചരകം സൂത്രസ്ഥാനം 4th ചാപ്റ്റർ 29th ശ്ലോക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ആസ് മെൻഷൻഡ് ഇൻ ചരക സംഹിത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ചികിത്സ ഓഫ് മാനസരോഗ? അത് നമുക്കൊരു പെട്ടെന്ന് തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ധീ ധൈര്യ ആത്മാദി വിജ്ഞാനം മനോദോഷ ഔഷധം പരം എന്ന് പറയും. പക്ഷേ അതിൽ ധീ ഇൻക്ലൂഡഡ് അല്ല. ധൈര്യം സ്മൃതി സമാധി ഇത് മൂന്നുമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് 44th ക്വസ്റ്റ്യൻ. ആസ് മെൻഷൻഡ് ഇൻ ചരക സംഹിത ദ സ്റ്റാർസ് ആർ നോട്ട് വിസിബിൾ ഇൻ സൺലൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് പ്രത്യക്ഷ ബാധക കാരണം? അപ്പോൾ ചരകം സൂത്രസ്ഥാനം 8th ചാപ്റ്ററിൽ പറയുന്നുണ്ട് സെയിം ഭാവം, അതായത് സ്റ്റാർസ് പകൽ കാണാത്തത് സൺലൈറ്റിൻ്റെ അഭിഭാവം കൊണ്ടിട്ടാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഭിഭാവാത്. അതായത് രണ്ട് ലൈറ്റിൻ്റെ കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരു ഇത് കാണില്ല, അതാണ് അഭിഭാവാത്. അടുത്തത് 45th ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആചാര്യ ചരക മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് 1 ലക്ഷണങ്ങളും ലിസ്റ്റ് 2 അതിൻ്റെ എൻറ്റിറ്റീസും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. യോനി വിശോധനം നമുക്കറിയാം തൈലത്തിൻ്റെ ഒരു ഗുണമായിട്ടാണ് ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. തൈലത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒന്നിട്ട് യോനി വിശോധനം. അപ്പോൾ എയുടെ ആൻസർ 4 ആണ്. ഇനി മാത്രേശ മന്ദവിഭ്രംശ, അത് ഒരു മാത്രയാണ്, മധ്യമ മാത്രയുടെ ഗുണത്തിൽ വരുന്നതാണ്. മാത്രേശ മന്ദവിഭ്രംശ മധ്യമ മാത്രാനുകാലിനി. അപ്പോൾ ഓപ്ഷൻ ബി 3 ആണ് ആൻസർ വരുന്നത്. ഇനി മൃദുപക്ത ഖരത്വം, അത് അസ്നിഗ്ധ ലക്ഷണത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് മൃദുപക്ത ഖരത്വം. ദോഷാനുകർഷിണി മാത്ര സർവമാർഗാനുസാരിണി, അതൊക്കെ പ്രഥമ മാത്രയുടെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. അപ്പോൾ മാത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശരതി പാദവ്യം, അത് ബാലൻസ് സർപ്പിയുടെ ഗുണമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. A4, B3, C5, D1 ആൻഡ് E2. നമുക്കിനി 46th ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു അഷ്ടാംഗ ഹൃദയ ലേപന ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ധാതു? അപ്പോൾ ജീവനം, പ്രീണനം, ലേപനം അങ്ങനെ ഓർഡറിൽ വരുമ്പോൾ മാംസത്തിൻ്റെ മെയിൻ ഫംഗ്ഷനാണ് ലേപനം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 47th ക്വസ്റ്റ്യൻ. ആചാര്യ വാഗ്പട ഹാസ് മെൻഷൻഡ് ബുദ്ധി ഹൃദയേന്ദ്രിയ ചിത്തദൃക് ആസ് ഫംഗ്ഷൻ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വായു? അപ്പോൾ ബുദ്ധി ഹൃദയേന്ദ്രിയ ചിത്തദൃക് അത് പ്രാണവായുവിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് ആചാര്യ വാഗ്ഭടൻ പറയുന്ന അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 48th ക്വസ്റ്റ്യൻ. ആസ് പെർ സുശ്രുത സംഹിത സർവചേഷ്ട പ്രതിഘാത ഈസ് മെൻഷൻഡ് ആസ് നാച്ചുറൽ ഫംഗ്ഷൻ ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? അപ്പോൾ ഓജസ്, മാംസം, മജ്ജാരക്തം, നമുക്ക് ഏറ്റവും മജ്ജസ് മാംസരക്തം വരില്ല, ഓജസ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം സർവചേഷ്ട പ്രതിഘാതം സുശ്രുത സംഹിതം പറയുന്നതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 49th ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആചാര്യ ചരക വാട്ട് ഈസ് ദ പ്രയോജന ഓഫ് പരീക്ഷ? അത് റെഫറൻസ് വരുന്നത് ചരകം വിമാനസ്ഥാനം 8th ചാപ്റ്ററാണ്. പ്രതിപത്തിജ്ഞാനമാണ് പരീക്ഷയുടെ പ്രയോജനമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 50th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രമാണ ഹാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ ചാർവാക? ചാർവാക അക്സെപ്റ്റ് ചെയ്യുന്ന പ്രമാണം പ്രത്യക്ഷ പ്രമാണമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 51. അക്കോർഡിംഗ് ടു ആചാര്യ ചരക ബാധന ഈസ് എ ടൈപ്പ് ഓഫ്? ബാധന എന്ന് പറയുന്നത് ഒരു ഭേഷജമല്ല, സാധനമല്ല, ഔഷധമല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അഭേഷജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആചാര്യ ചരക വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ദി കോംപ്ലിക്കേഷൻസ് ഓഫ് അകാലപീത ധൂമപാന? അപ്പോൾ അകാലപീതമായിട്ടുള്ള ധൂമപാനത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ശിരശൂലം, ആന്ധ്യത്വം, പീനസം, രക്തപിത്തം, അരുചി, വമ ഇതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. എന്തായാലും ആന്ധ്യത്വം വരും, അതേപോലെ രക്തപിത്തം വരും. അപ്പോൾ ആന്ധ്യത്വം രക്തപിത്തം വരുന്ന ഓപ്ഷൻ സി ആണ്, മൂകത്വം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആന്ധ്യത്വം രക്തപിത്തം മൂകത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആചാര്യ സുശ്രുത ദ റെഗുലർ ഇൻടേക്ക് ഓഫ് വിച്ച് രസ ഈസ് ബെനിഫിഷ്യൽ ഡ്യൂറിങ് പ്രാവൃത ഋതു? പ്രാവൃത ഋതു എന്ന് വെച്ചാൽ വർഷ ഋതു. വർഷ ഋതുവിൽ നമ്മൾ അച്ചാറും കഞ്ഞിയൊക്കെ കുടിക്കാനല്ലേ പറയുന്നത്. അപ്പം മധുര, അമ്ല, ലവണം, അതേപോലെ ബാക്കി നോക്കുകയാണെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മധുര, അമ്ല, ലവണം. റെഫറൻസ് വരുന്നത് സുശ്രുതം ഉത്തരസ്ഥാനം 64th ചാപ്റ്റർ 46th ശ്ലോക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആചാര്യ ചരക തൈല ഈസ് സെറ്റ് ടു ബി? വാതശ്ലേഷ്മ പ്രശമനം ശ്രേഷ്ഠം. ശരിയാണ്. തൈലത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. വാദത്തെയും കഫത്തെയും പെസിഫൈ ചെയ്യുന്ന ഗുണം തൈലത്തിനുണ്ട്.
അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി വാതപിത്തപ്രശമനം ഘൃതത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതേപോലെ ശ്ലേഷ്മപിത്തപ്രശമനം മധുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to National Immunization Schedule, the time for administration of the first booster dose of DPT vaccine is. അപ്പോൾ DPT വാക്സിൻ 16 to 24 മന്ത്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അതേ ഓർഡറിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഇൻക്യുബേഷൻ പീരീഡ് ഫോർ ഫാൽസിപാരം മലേറിയ ഈസ്. ഫാൽസിപാരം മലേറിയയുടെ ഇൻക്യുബേഷൻ പീരീഡ് 2 വീക്സിൽ താഴെയാണ്. 2 വീക്സിൽ താഴെയുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി, that is 12 days, that is 9 to 14 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ആചാര്യ സുശ്രുത, ഹിക്ക ഇസ് എ സിനോണിം ഫൗണ്ട് ഇൻ വിച്ച് വേഗ ഓഫ് ദർവീകര ദംശം. ദർവീകര ദംശത്തിൻ്റെ എത്രാമത്തെ വേഗത്തിലാണ് ഹിക്ക ഒരു സിംറ്റമായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഗങ്ങൾ നമ്മൾ ഓർഡറിൽ പഠിക്കണം. 5ാമത്തെ വേഗത്തിലാണ് ഹിക്ക ഒരു സിംറ്റമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 59th question. According to Acharya Sushruta, which one of the following is not the prodromal feature of Dushi Visha? അപ്പോൾ പ്രോഡ്രോമൽ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ജൃംഭ പറയുന്നുണ്ട്, അംഗമർദ്ദം പറയുന്നുണ്ട്, ഛർദി പറയുന്നില്ല, നിദ്രയും പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഛർദി. 60th question. According to Acharya Sushruta, ഗ്രീവാസ്തംഭം ആൻഡ് പീതവിന്മൂത്ര നേത്രത ആർ ദ സിംറ്റംസ് ഓഫ്. അപ്പോൾ യെല്ലോ കളർ വരുന്നത് വത്സനാഭ പോയ്സണിങ്ങിലാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വത്സനാഭ പോയ്സണിങ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.